നമസ്കാരം ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അതായത് നമ്മളിന്നത്തെ ട്രിപ്പ് ഷീറ്റൊക്കെ കിട്ടിയിട്ടോ. ഈ കിടക്കുന്ന വണ്ടിയായിട്ട് നമ്മളിന്ന് പോകാൻ പോണത് ഇത് KL4 ആലപ്പുഴ രജിസ്ട്രേഷൻ ബസ്സുമായിട്ട് അതായത് നമ്മൾ യാർഡിൽ നിന്ന് ഇറങ്ങാൻ പോയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ടൊറൻറ്റോയിലാണ്. നമ്മുടെ യാർഡ് ബ്രാംപ്ടണിലാണ്. നമ്മുടെ ഫസ്റ്റ് പിക്കപ്പ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ ടൊറൻറ്റോയിൽ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള കോളേജാണ് സെനക്ക കോളേജിൽ പോകുന്നു. 50 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. സെനക്ക കോളേജിൽ പോയിട്ട് അവിടുന്ന് പിള്ളേരെടുക്കുന്നു. അവരുടെ തന്നെ പല ക്യാമ്പസിൽ പോയിരുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു, പിക്ക് ചെയ്യുന്നു. ഇന്ന് വൈകിട്ട് വരെ വർക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഇരിക്കുന്നു. എൻ്റെ പേര് റെയിലിൻ കൊറിയ. വെൽക്കം ബാക്ക് ടു കൊറിയ വ്ളോഗ്സ്. വിട്ടുപോയത് മൂന്ന് ബസ്സാണ് കയറാൻ പോണത്. അപ്പം ഞാനും അലച്ചേട്ടനെ മുമ്പ് പരിചയപ്പെട്ടുണ്ടാവും. അലച്ചേട്ടൻ നമസ്കാരം. 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 അലച്ചേട്ടന് ഇന്ന് ഏത് വണ്ടി എടുക്കണേ? സൂററ്റ് KL2. എവിടേക്കാണ് ട്രിപ്പ്? ഇത് നോർത്ത് യോർക്ക്. ഇത് ഈ മുഖത്ത് വരെ കണ്ടല്ലോ ഏട്ടാ. ഷിജോ ചേട്ടൻ നാട്ടിലെവിടെയാ? ഞാൻ കോട്ടയം. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവിടെ വന്നിട്ട് 7 വർഷം. ഹാപ്പിയാണോ കാനഡയിൽ? ഹാപ്പിയാണ്. ഷിജോ ചേട്ടൻ ഏത് വണ്ടി എടുക്കണം പോണേ? ഞാൻ 35. ഷിജോ ചേട്ടൻ KL35, ഞാൻ KL4, അലച്ചേട്ടൻ KL2. ഞാനും ഷിജോനും ഓരോ സ്ഥലത്തോട്ടാണ് പോണത്. ഓരോ കോളേജ്, ഓരോ സ്ഥലത്തേക്കുള്ള ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇന്ന് പൊളിക്കണം ഷിജോട്ടാ. പിന്നല്ല, ഈ കാണുന്ന ട്രക്ക് ഇവിടെ നിന്ന് മാറാതെ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ പറ്റില്ല കേട്ടോ. വണ്ടി വളഞ്ഞ് പോവില്ല. ഈ ട്രക്ക് ഓടിക്കുന്നത് ഒരു മലയാളിയാണ്. ലൈറ്റൊക്കെ വേണ്ടി കാണിക്കുന്നുണ്ട്. അങ്കമാലിക്കാരനാണ് പുള്ളി. അവിടെ നിന്ന് ഇപ്പോൾ ഒരു 10 മിനിറ്റ് എടുക്കാമെന്ന് പറഞ്ഞു എന്നോട്. ഇവിടെ വേറെ വണ്ടി കിടപ്പുണ്ട്. KL5ഉം 7ഉം 8ഉം കിടപ്പുണ്ട്. പിന്നെ ഇവിടെ പാണ്ട കിടപ്പുണ്ട്. ഇവിടെ വേറെ വണ്ടി കിടപ്പുണ്ട്. എൻ്റെ ഡ്രീം വണ്ടിയാണ് ഇങ്ങനത്തെ വണ്ടിയൊക്കെ. പക്ഷെ ഓടിക്കാനുള്ള മാനുവൽ ലൈസൻസോ മാനുവൽ ഓടിക്കാനും എനിക്കറിയില്ല. പക്ഷെ കണ്ടക്കിടലും നോക്കി. ഇന്ന് പെയിൻ്റ് അടിക്കാനുണ്ട്. പെയിൻ്റൊക്കെ ഇച്ചിരി പോയിട്ടുണ്ട്. സമയം കളയാനില്ല കേട്ടോ. നേരെ വിട്ട് പോയേക്കാം. വയസ്സ് നമ്മളിങ്ങനെ ഹൈവേ കയറി. ഞാൻ ഇതുവരെ ഓടിക്കാത്തൊരു ഹൈവേയിലോട്ടാണ് പോകുന്നത്. ഞാൻ ട്രക്ക് ഓടിച്ചിട്ടില്ല ഈ വഴി കൂടി, ബസ് ഓടിച്ചിട്ടില്ല. ഇത് 404 എന്ന് പറഞ്ഞ ഹൈവേ ആണ്. നമ്മൾ 401 എന്ന ഹൈവേ നേരെ 404 കയറി. ഇതിൻ്റെ ഇങ്ങേയറ്റം ബാക്കിലോട്ട് പോയാൽ ടൊറൻറ്റോ ഡൗൺ ടൗൺ, ഡോൺ വാലി പാർക്ക് വേ, നേരെ നയാഗ്ര അങ്ങനെയൊക്കെ പോകും. മുമ്പോട്ട് പോയാൽ ന്യൂ മാർക്കറ്റ് അങ്ങനെ സ്ഥലത്തോട്ട് പോകണം. നമ്മൾ ജസ്റ്റ് ഈ കാണുന്നതാണ് 401 എന്നുള്ള ഹൈവേ. അവിടെ നിന്ന് നമ്മൾ കയറിയത്. നമ്മുടെ മറ്റേ 2 ബസ്സുകളും ഓൾറെഡി മുമ്പേ ഇറങ്ങി, എന്നെക്കാളും മുമ്പേ ഇറങ്ങി. അതിലിപ്പം അലക്സേട്ടനും ഷിജോ ചേട്ടനും ഞങ്ങൾക്ക് 3 പേർക്കും 3 സ്ഥലത്തു നിന്നാണ് പിക്കപ്പ്. പക്ഷേ എത്തേണ്ട സ്ഥലമൊക്കെ സെയിം സ്ഥലമാണ്. അവർക്ക് കുറച്ച് നേരത്തെ ആയിരുന്നു പിക്കപ്പ്, എനിക്ക് കുറച്ചും കൂടി വൈകിയായിരുന്നു. അപ്പോൾ എനിക്ക് 11:35 അവിടെ എത്തണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മൾ 2 മിനിറ്റ് മുമ്പേ അവിടെ എത്തും. കാര്യം നേരത്തെ 10 മിനിറ്റ് മുമ്പ് എത്തിയിട്ടും കാര്യമില്ല, അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. നമ്മൾ നേരെ പോയിട്ട് ഹൈവേ 7 എന്ന് പറഞ്ഞ ഹൈവേ ഉണ്ട്. അവിടെ എക്സിറ്റ് എടുത്ത് റൈറ്റോട്ട് കയറും. ഈ വണ്ടി എന്ന് പറയുന്നത് KL4, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആലപ്പുഴ രജിസ്ട്രേഷനിലാണ് നമ്മൾ വെച്ചേക്കണത്. ഈ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്. ഇതിൻ്റെ ഗിയർ ബോക്സ് ഇതിൽ പിടിപ്പിച്ചേക്കണത് 13 സ്പീഡ് ഗിയർ ബോക്സ് കേട്ടോ. ഇന്നത്തെ നമുക്ക് മൊത്തം 55 പാസഞ്ചർ സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് കേട്ടത്. പോയി നോക്കാം എത്ര പേര് വരുമെന്ന്. ഇതേ പോണ് ഫോർഡ് ബ്രോങ്കോ. ഓ മൈ ഗോഡ്, പച്ച വണ്ടി. എന്താ പോക്കാൻ്റെ. പല സൈസിലുള്ള ഫോർഡ് ബ്രോങ്കോ ഉണ്ട് കേട്ടോ, ചെറുതും വലുതുമായിട്ട്. ഞാൻ രാവിലെ തന്നെ പുട്ടും മീൻകറിയൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് നല്ല എനർജി ഉണ്ട്. യെസ്, ഇതാ കാണുന്ന ബിൽഡിങ് മാറിപ്പോയി. ഈ നീല ഇതാണ് ദ സെനക്ക വേ എന്ന ബിൽഡിങ്. നമ്മുടെ ഫ്രണ്ട്സ് സ്റ്റുഡൻസ് ഇവിടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ. ആ സ്റ്റുഡൻസ് ഇവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടാവെന്ന് വിചാരിക്കുന്നു. ആരും കാണാനില്ല. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാനൊന്നും പറ്റില്ല, കാറ് പോകുന്ന എൻട്രൻസാണ്. അതുണ്ടോ പോസ്റ്റ് വെച്ചിട്ടുണ്ട് അവിടെ. അത് കുറച്ച് ഫ്രണ്ടിലോട്ട് നീക്കി അങ്ങ് നിർത്താം. ഓക്കെ, ദിസ് ഈസ് ദ നൈസ് സ്പോട്ട്. ബാക്കി ഇനി ആൾക്കാർ വരട്ടെ. ഈ ഫ്രണ്ടിൽ 2 പിള്ളേരുണ്ട്, അവർ ഇവിടേക്കുള്ളതായിരിക്കും. ഓക്കെ, നോക്കട്ടെ. 11:50 പറഞ്ഞത്. കണ്ടോ, ഒരു കാറ് പോകാനുള്ള സ്ഥലം ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ സേഫാണ് ഓൾറെഡി. അപ്പോൾ ഇന്നത്തെ കോർഡിനേറ്ററിൻ്റെ പേര് പാട്രിക് എന്നാട്ടോ. പുള്ളി ഞാൻ വിളിച്ച്. അപ്പോൾ പുള്ളി ഏത് ക്യാമ്പസാണെന്ന് ചോദിച്ചു. കുറേ ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു മാർക്കം ക്യാമ്പസിൽ വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഓക്കെ, ഒരു 10 മിനിറ്റ് കൊണ്ട് പിള്ളേരൊക്കെ ഇവിടെ വരും എന്ന് പറയാം കേട്ടോ. അപ്പോൾ നോക്കാം. നമുക്ക് തിരിച്ചു പോകേണ്ടത് ഈ വഴി തന്നെ. തിരിച്ച് പോയി നേരെ റോട്ടോട്ട് പോയി എക്സിറ്റ് എടുത്ത് ഇറങ്ങി പോകാം കേട്ടോ.
നമുക്ക് സേഫാണ്. അവിടെ എന്തോ ഒരു തടാകമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പോകുന്നില്ല, സമയമില്ല. വണ്ടിയിൽ നിന്ന് മാറി ഇങ്ങനെ ശരിയല്ല, സേഫല്ല. പതിയെ പിള്ളേരൊക്കെ വന്ന് തുടങ്ങി. എൻ്റെ വണ്ടിക്കുള്ളതല്ലെന്ന് മാത്രമേ ഉള്ളൂ. പുറകിൽ വേറൊരു ബസ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇറങ്ങി വന്ന പിള്ളേരതൊക്കെ കുറേ ഇന്ത്യൻ പിള്ളേരുണ്ട്, ഇഷ്ടം പോലെ ഇന്ത്യൻ പിള്ളേരുണ്ട്. ഈ ഇപ്പോൾ സെനക്ക, സെൻറ്റിനിയൽ, ലാംപ്ടൺ, പിന്നെ ജോർജ് ബ്രൗൺ, അങ്ങനെ കോളേജ് ഇഷ്ടം പോലെയുണ്ട് നമ്മളെ ഇന്ത്യൻ പിള്ളേർ നാട്ടിൽ നിന്ന് കയറി വരുന്നത്. അപ്പോൾ ഇന്നലെ എന്തോ ഒരു നിയമം വന്നെന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ വർക്ക് പെർമിറ്റിൻ്റെ, പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിനൊക്കെ എന്തൊക്കെയോ ചേഞ്ചസ് ഒക്കെ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെയോ ഇനി പഠിച്ച ഫീൽഡോ പഠിച്ച ജോലിയോ അതിൻ്റെ ജോലിയുടെ കാറ്റഗറി അനുസരിച്ചിട്ടൊക്കെയാണ് ഇനി മുതൽ എന്താ വർക്ക് പെർമിറ്റിൻ്റെ കാലയളവ് നിശ്ചയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തോ ആണ്. ദൈവമേ, അറിയില്ല എന്താന്ന്. കൂടുതലെ പറ്റി എനിക്ക് അതിനെ പറ്റി അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ കോർഡിനേറ്റർ വിളിച്ചത്, കോർഡിനേറ്റർ പറയുകയാണെങ്കിൽ ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ആരും വന്നില്ലെങ്കിൽ വിട്ടോളാൻ പറയും. 3 പിള്ളേർ വന്നിട്ടുണ്ട്. 2 ഹിന്ദിക്കാർ പിള്ളേരാണ്, പിന്നെ ഒരു പെങ്കുവച്ചുണ്ട്. 3 പേരെ കയറ്റിയിട്ട് പോണത് വെറും നഷ്ടമാണ്. നമുക്കറിയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സർവീസ് നമുക്കറിയേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ കറക്റ്റ് സമയത്ത് ഇവിടെ വന്നു, കറക്റ്റ് സമയത്ത് ലീവ് ചെയ്യുന്നു. കോർഡിനേറ്റർ വിളിച്ചതല്ല സെറ്റ്. ഇവിടുന്ന് അടുത്ത ക്യാമ്പസ് നോർത്ത് യോർക്കിലുള്ള ക്യാമ്പസിലോട്ട് പോകണം. ഓക്കെ, പിള്ളേരൊക്കെ ഞാൻ ഇവിടെ ഇറക്കി. ആ ലൂപ്പിനുള്ളിൽ കയറി നിർത്തണമായിരുന്നു. പക്ഷേ അവിടെ ബസ്സുകളുള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി തിരിഞ്ഞു വരാൻ സ്ഥലമില്ല. ഇതാണ് നോർത്ത് യോർക്ക് ക്യാമ്പസ് സെനക്കേൻ്റെ. നല്ല രസമുള്ള സ്ഥലമായിരിക്കും. ഇതിൻ്റെ പുറകിലൊരു പാർക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റണി നേരെ അവിടെ പോയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ ബാക്കിയുള്ള നമ്മുടെ 2 വണ്ടികൾ അവിടെ വരാമെന്ന് പറഞ്ഞു. അവിടെ പോയി നോക്കാം. അത്രയും വലിയ പാർക്കിങ്ങിലോട്ടുണ്ട്, പക്ഷേ അതിനുള്ളിലോട്ട് കയറാനുള്ള സെറ്റപ്പ് ഇല്ല. എൻ്റെ പുറകെ വണ്ടികൾ വരിയായിട്ട് വന്നിട്ടില്ല. കർത്താവ് കയറി പോയി ചേട്ടന്മാരെ, പതുക്കെ പോവുള്ളൂ. കണ്ട, ഇതിനുള്ളിലൂടെയൊക്കെ കയറാൻ പറ്റില്ല. വണ്ടി വളഞ്ഞ് കയറില്ല. അല്ലെങ്കിൽ പിന്നെ 2 കൽപ്പിച്ച് വിടണുണ്ട്. സൈക്കിൾ പാത്ത് എൻസ് ഹിയർ. എന്നാൽ പിന്നെ ഇവിടെ തന്നെ ഇട്ടേക്കാം. അപ്പം അങ്ങ് പോയി ഇതിങ്ങോട്ടേക്ക് ബാക്ക് എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകട്ടോ. അത് ഇച്ചിരി സേഫ്. ഓക്കെ, ബാക്ക് അങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇങ്ങനെ വളക്കി. ഇത് അങ്ങോട്ട് എടുത്തിട്ടേ വണ്ടി നേരെ ബാക്കോട്ട് അങ്ങോട്ട് എടുക്കുക. ഇങ്ങോട്ടേക്ക് ബാക്ക് എടുത്തിട്ട് നിങ്ങൾ വളഞ്ഞു യൂട്ടെടുത്ത് പോകാനായിട്ട്. മനസ്സിലായി? ഞാൻ എൻ്റെ വണ്ടി കയറ്റിയിടാം. ബാക്കിൽ 2 പോസ്റ്റ് ഉണ്ട്, നീല കളറ്. അത് നോക്കിക്കോളും. ഓക്കെ, പോട്ടെ. ഒരു സെക്കൻഡ്. അവന് സൈഡിൽ കയറി പോകോളൂ. നിങ്ങളെടുത്തോ. പോട്ടെ. അതായത് നമ്മുടെ 2 വണ്ടിയും നല്ല സേഫായിട്ട് പാർക്ക് ചെയ്തു. ഞാൻ എൻ്റെ വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റി ഇട്ടു. അപ്പം ഈ വണ്ടിക്ക് ഒന്ന് കറങ്ങി തിരിയാനായിട്ട് അവിടെ ഗ്യാപ്പ് കിട്ടി. ഇത് നമ്മുടെ KL35 ഷിജോ ചേട്ടൻ കൊണ്ടുവന്ന് വന്നത്. അലച്ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. അലച്ചേട്ടൻ എവിടെ നിന്നൊരു പിടിയില്ല കേട്ടോ. KL35യുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ സെറ്റല്ലേ? എത്ര പേരുണ്ടേ വന്നപ്പം? എത്ര? 3 പേര്. എനിക്ക് 4 പേര്. അലച്ചേട്ടന് ഒരാൾ. പിന്നെ ഇത്ര സീറ്റ് ഈ പിള്ളേര് വരാത്താണ്. കോളേജ് പിള്ളേരല്ലേ. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഫുഡ് ഞാൻ കുറച്ച് മുമ്പ് കഴിച്ചായിരുന്നു. ആണോ? ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചോറ് കഴിക്കട്ടെ. ഓക്കെ, എത്ര മണിക്ക് കഴിഞ്ഞ പിക്കപ്പ്? എനിക്ക് 2:30. എപ്പോഴാ? സൗണ്ട് കേൾക്കുന്നില്ല. 2:30. എനിക്ക് 3:45. വേറെ എന്താ പരിപാടി? വേറെ എവിടെ പോകാനാ? ഇത് ഈ വണ്ടി പോയിട്ട് നമ്മളവിടെ പോകാനാ? ഓക്കെ, എന്നാ മൊബൈലൊക്കെ വായിച്ചിരിക്കും. ശരി. അപ്പോൾ ഗൈസ്, നമുക്ക് നൈസായിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ ചോറൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. സാധാരണ വല്ല സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ ബ്രെഡിൻ്റെ ഇടയിൽ എന്തെങ്കിലും കയറ്റി വെച്ചിട്ട് വരാറ്. ഇന്ന് എനിക്ക് ചോറിനാൻ ഭയങ്കര കൊതി. അപ്പോൾ അലച്ചേട്ടനോടും ഷിജോയേട്ടനോടും ഞാൻ ചോദിച്ച് ഫുഡ് കഴിക്കുന്നുണ്ടോ, ചോറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. ചൂടാകാനുള്ള കുഴപ്പമൊന്നുമില്ല. ചോറൊക്കെ കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കുള്ളത് ഇതമ്മേ വയറ് വെള്ളം തന്നെ. ചോറ്
ബീഫ് അച്ചാറ്, ചമ്മന്തിപ്പൊടി, ഇച്ചിരി പോർക്ക്. ചെറിയ ഫുഡാണ്. ഈ ഫുഡ് കഴിക്കാതിരുന്ന് കഴിക്കുമ്പോഴേ ഭയങ്കര സുഖമാണ്. കൈ വെച്ച് ഞാൻ കഴിക്കുന്നില്ല. കാര്യം ഇതിൻ്റെ ഒക്കെ മണം കൈ പിടിക്കുമ്പോഴേക്കും ആൾക്കാർ കേൾക്കും, മണം കിട്ടുമല്ലോ. വേണ്ട, കൈ കഴുകാനുള്ള വകുപ്പില്ല. വെള്ളമുണ്ട്, പക്ഷേ സോപ്പില്ല. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞേട്ടാ. ബാക്കിയുള്ള മറ്റേ 2 പേരും അവരവരുടെ വണ്ടികളിൽ കിടന്നുറങ്ങണേ. അവരുടെ വണ്ടിയിൽ ഏറ്റവും പുറകിലത്തെ സീറ്റ് 3 റോവിൻ്റെ സീറ്റുണ്ട്. അവിടെ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാം. ഞാൻ വന്ന് നോക്കിയപ്പോൾ നമുക്ക് മാത്രം 2 സീറ്റുള്ളൂ ബാക്കിൽ. ഇവിടെ കിടന്നുറങ്ങാനായിട്ട് ഭയങ്കര പാടാണ്. എന്തെങ്കിലും നോക്കിയിട്ട് വകുപ്പുണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് നോക്കണം. എന്നാലും 2 മണിക്കൂറുണ്ടല്ലോ. ഇനി ഇവിടുന്ന് 3:45 അടുത്ത സ്ഥലത്തുനിന്ന് ഇറങ്ങേണ്ടത്. അപ്പം ഇവിടുന്ന് ഒരു 3:30 മുമ്പ് ഇറങ്ങി കഴിഞ്ഞാൽ 5-8 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇറങ്ങി അടിച്ച് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കാര്യം അത് ഭയങ്കര തിരക്കുള്ളൊരു സ്ട്രീറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം നേരം നിർത്തിയിടാനുള്ള സൗകര്യമില്ല. ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ ചാനലിൽ കയറി കാണാൻ മറക്കരുത്. സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി. ഓക്കെ, സീ യു, ബൈ.